നമസ്കാരം, ഏർഗമയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഷാർജയിലെ പുതിയ പാർക്കായ ഷീസ് പാർക്കിൻ്റെ കാഴ്ചകളാണ്. ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പാർക്കുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതൊരു മലയുടെ സെൻട്രലായിട്ടാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ മുകളിൽ ഈ കാണുന്നതുണ്ടോ, ഇതെല്ലാം 4 സൈഡിലും മലകളാണ്. അതിൻ്റെ മധ്യത്തായിട്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു പുതിയ പാർക്കാണ്. ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്. ഇവിടെ 25 മീറ്റർ ഹൈറ്റിൽ നിന്ന് വരുന്നൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇത് വാദി ഷീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. ഷാർജയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റും. ഷാർജ ഖോർഫക്കാൻ റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് വാദി ഷീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. വാദി ഷീസ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈന്തപ്പന തോട്ടവും വാദിയും പിന്നെ ഒരു ഓൾഡ് വില്ലേജൊക്കെ ആയിട്ട് വളരെ നല്ല സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. വീഡിയോ കണ്ടില്ലാത്തവർ കയറി ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ വാട്ടർഫാൾസൊക്കെ ഒന്ന് കാണാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ വാട്ടർഫാൾസ് കാണാൻ പറ്റും. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. കുറേ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. വാട്ടർഫാൾസ് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഫൗണ്ടൻ ഇവിടെ കാണാൻ പറ്റും. കൊള്ളാം കേട്ടോ. കുറേ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ട്. ഇപ്പോഴേ നല്ല ക്ലൈമറ്റ് കേട്ടോ, വലിയ ചൂടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അതിൽ നടന്നു പോവാം. ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. പോകുന്ന വഴിയല്ലേ, കുറേ സ്റ്റെപ്പ് കയറി വേണം നമ്മളിനി മുകളിലാണ് വരാനായിട്ട്. അങ്ങ് മുകളിൽ പോകണം. അത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പ്ലേ ഏരിയയിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് കളിക്കാനുള്ളതെന്ന് നോക്കാം. പിള്ളേരൊക്കെ ഒരുപാട് കളിക്കുന്നുണ്ട്. ആ പ്ലേ ഏരിയ സൈഡിൽ തന്നെ കുറേ ബെഞ്ചും ഒക്കെ ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം നമുക്ക്. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുമുണ്ട്. ഷാർജയിലെ മറ്റു പാർക്കുകളൊക്കെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കൊറോണ കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഓപ്പണാണ്. അതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഹാപ്പിയാണ്. എല്ലാവരും വന്ന് കളിക്കുന്നുണ്ട്. സാധാരണ പ്ലേ ഏരിയ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിള്ളേർ കളിക്കാനായിട്ട്. പ്ലേ ഏരിയയുടെ ഒരു സൈഡിലായിട്ട് ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ കുറേ ബാർബിക്യൂ സ്റ്റാൻഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ ഒരു സിങ്കും ടാപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാർബിക്യൂ ചെയ്യാന്നുണ്ട്. വണ്ടി വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളൊക്കെ. കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് സൈഡിലിരിക്കുന്നുണ്ട്. പ്ലേ ഏരിയയുടെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുവഴി മുകളിലോട്ട് കയറി പോവാം. കുറേ സ്റ്റെപ്പുണ്ട് കേട്ടോ. അങ്ങ് മുകളിൽ പോകാനായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കുക. അതുവഴി അങ്ങ് നടന്ന് പോകണം മുകളിലോട്ട്. നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. പടിയൊക്കെ കയറി തളരുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് താഴോട്ട് നോക്കിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും.
ഒരു 2-3 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആ മുകളിലോട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പിന് വീതിയും കുറവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇത് 4 സൈഡിലും മലയാളി തന്നെ. ഇവിടെ എല്ലാം ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഇത്രയും ഹൈറ്റിൽ ഫെൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ താഴെയൊന്നും വീണ് പോകത്തില്ല. പിന്നെ ഒരുപാട് സ്റ്റെപ്പ് കയറി മുകളിൽ വരണം നമ്മൾ. അതാണ് ഇതിൻ്റെ ഒരു പാടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. അത് ഇനി കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്. താഴോട്ടൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഈ വരുന്ന സ്ഥലം ഇടയ്ക്ക് തന്നെ കുറച്ച് ലാൻഡിങ്ങും ബെഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ, ഇരിക്കാനായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഒറ്റ സ്ട്രെച്ചിൽ ഇനി കയറി വരേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുക കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മൾ കയറി വന്ന വഴിയായി കാണുന്നത്. ഇത്രയും ഹൈറ്റിൽ നമ്മൾ വരണം. ഇവിടെയാണ് ആ പ്ലേ ഏരിയ ഒക്കെ ഉള്ളത്. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് പോവുകയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് ഒന്നും ഇല്ല, എല്ലാം ഫുള്ളാണ് ഇവിടെ. കാര്യം ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ പാർക്കിങ്ങൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കാണത്തില്ല. പിന്നെ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു കാണത്തില്ലേ. വളരെ നല്ലൊരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ വരാൻ പറ്റിയ സമയമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ചൂടൊന്നുമില്ല, നല്ല നോർമൽ ക്ലൈമറ്റാണ്. അപ്പോൾ വന്ന് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രൈഡേ ഒക്കെ കുറച്ച് നേരത്തെ വന്നാലേ പാർക്കിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. അത് ഭയങ്കര തിരക്കാണ്. ഇയാൾ വണ്ടികളെല്ലാം പാർക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.